ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷു ആൻഡ് മിനി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് കോട്ടയം ലുലു മാളിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദേ ഉമ്മച്ചി ടോയ്ലറ്റിൽ വെക്കുന്ന എയർ ഫ്രഷെല്ലാം മണത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേ നിത്താമ്മയുണ്ട്, അതേപോലെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, അമ്മയും നിത്താമ്മ ഓരോ പാത്രങ്ങളും എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേ ഉമ്മച്ചി ദേ അയറും അസുഖവും ട്രോളിക്കകത്തിരിക്കുകയാണ്. ദേ അപ്പോൾ ഞങ്ങൾ ഓരോ പാത്രങ്ങളും ഇങ്ങനെ നോക്കിക്കൊണ്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ ദേ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഗൈസ് ഓരോ സംഭവം മേടിക്കുന്നതിൻ്റെ. ഈ പാത്രത്തിന് വെറും 200 രൂപയുള്ളായിരുന്നു കിട്ടും ഗൈസ്. അതേപോലെ തന്നെ ദേ ഓരോ പാത്രങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ എൻ്റെ ചിലവരൊക്കെ പറഞ്ഞായിരുന്നു ഇതിന് ഭയങ്കര പുളിയൊക്കെ ഉണ്ട്, മധുരമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ മേടിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അതേപോലെ തന്നെ അത്യാവശ്യത്തിന് മധുരം ഉണ്ടായിരുന്നു ഗൈസ്. ദേ പൈനാപ്പിൾ അങ്ങനത്തെ ഓരോ ഐറ്റംസും ഉണ്ട്. ഇതേ പാത്തു ക്യാച്ചിട്ട് കാണിക്കാം കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിന്. പിന്നെ ഒത്തിരി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ടായിരുന്നു ഗൈസ്. ഇതേതോ ഒരു ഫ്രൂട്ട്, ഈ ഫ്രൂട്ടിൻ്റെ പേരെന്താന്ന് പോലും ഓർക്കുന്നില്ല. ഇതേ ഓരോ പാത്രങ്ങൾ കഴിയുന്ന സംഭവം അങ്ങനത്തെയൊക്കെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതേ ഓറഞ്ച്. പിന്നെ നമ്മൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും പോയിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് ബ്ലറാകുന്നുണ്ട് ഗൈസ്. ദേ അയൺ ബോക്സ്, അതേപോലെ തന്നെ ചോപ്പർ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് തോന്നുന്നത്. അച്ചും ഇങ്ങനെ ട്രോളി തള്ളുന്നതിൻ്റെ സന്തോഷത്തിൽ പാത്തു അയറ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പോപ്പിച്ചായും അതേപോലെ ഞങ്ങളും ഓരോ ഐറ്റംസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ദേ നമ്മൾ ഓരോ സംഭവത്തിൻ്റെയും കിട്ടിയതിൽ ഇതേ പാത്തുവിൻ്റെ സ്വന്തം മുഖമെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതേപോലെ ദേ ഓരോ പൗഡേഴ്സും, പിന്നെ ഗ്രീൻ ആപ്പിളും റെഡ് ആപ്പിളും. എനിക്ക് ഏറ്റവും ഇഷ്ടം ഗ്രീൻ ആപ്പിൾ ആട്ടോ ഗൈസ്. അതിനൊരു മാംഗോയുടെ ടേസ്റ്റൊക്കെയാണ് തോന്നുന്നത് എനിക്ക്. പിന്നെ ദേ ഈ റെഡ് ആപ്പിളിൻ്റെ എല്ലാം ചോരയുടെ കളർ പോലെയാണ് തോന്നുന്നത്. ഈ ഫ്രൂട്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഇത് ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ ഫ്രൂട്ട് കാണുന്നത്. പിന്നെ അത് ഇങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്. പക്ഷേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഭയങ്കര റേറ്റ് ആട്ടോ ഗൈസ്. 787 രൂപയാണ്. ആരെങ്കിലും മേടിക്കുമോ ഗൈസ്? നമ്മളെ കൊണ്ടൊന്നും ഇത് മേടിക്കാൻ പറ്റിയല്ലോ ഗൈസ്. ഇതേപോലത്തെ വെറൈറ്റി ഓരോ കളക്ഷൻസ് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു ഇവിടെ. ഇത് കമ്പിളി നാരങ്ങ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് മുറത്തിലാട്ടോ ഗൈസ് കിട്ടുന്നത്. അതേപോലെ ഇതിൻ്റെ കൂടെ മുറവും ആ ഫ്രൂട്ടും ഇരിപ്പുണ്ട്. പിന്നെ ഓരോ ഡേറ്റ്സ് ഉണ്ട്, പല ടൈപ്സ് ആയിട്ടുള്ള ഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഉമ്മച്ചി വാങ്ങിച്ചായിരുന്നു. അപ്പം നമ്മളും ടേസ്റ്റ് ചെയ്ത് ഉമ്മച്ചി വാങ്ങിച്ചപ്പോൾ ഇത് റംബൂട്ടാൻ സീസൺ നമ്മുടെ അവിടെയും ഉണ്ടല്ലോ ഗൈസ്, അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ലായിരുന്നു. പിന്നെ ഒത്തിരി റംബൂട്ടാനൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ പാക്ക് ചെയ്ത ഡേറ്റ്സും ബോട്ടിലാക്കിയ ഡേറ്റ്സ് ഉണ്ട്. അസ്ര എന്ന ബോക്സിലൊക്കെ ആട്ടോ നമുക്ക് പാഴ്സലാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ ഡേറ്റ്സും ഇങ്ങനെ ഓരോ പാഴ്സലാക്കി വെച്ചേക്കുവാണ് ഗൈസ്. ഒത്തിരി ഐറ്റംസും ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ഒത്തിരി നാളായിട്ടോ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ആയിട്ട് ചോദിച്ച് വീഡിയോ ഇടുന്നില്ലേന്ന്. അപ്പോൾ ഗൈസ്, അപ്പം നമ്മളുടെ ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പം ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. പിന്നെ ഇത് മുസമ്പി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കളറ് നേരിട്ട് കാണുമ്പോഴാണ് ഗൈസ് ഇത് നല്ല രസമായിരുന്നു ഇതിനെ കാണാൻ. നമ്മൾക്ക് എടുത്തുകൊണ്ട് വരാൻ തോന്നും ഗൈസ്, അത്രയും രസമായിരുന്നു ഇതെല്ലാം കാണാൻ. അപ്പോൾ ഗൈസ്, നമ്മളും കൊതി കൊണ്ട് ഇത് മേടിച്ചു ഗൈസ്. നമ്മൾ ഉമ്മച്ചിയുടെ വീട്ടിൽ ഇത് കായ്ച്ചായിരുന്നു ഗൈസ്. ലോലിപോപ്പിൻ്റെ മരം തന്നെ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ചോക്കോസ് ബൈ 1 get 1 ഉണ്ട് ഗൈസ്. നമ്മൾ അതിൽ നിന്ന് ചോക്കോസ് എടുത്തു. പിന്നെ നമ്മൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഞാൻ നല്ല കറങ്ങിയെല്ലാം നിങ്ങളെ കാണിച്ച് തരുന്നുണ്ട് ഗൈസ്. നമ്മുടെ പ്രകൃതി പോലെ. നിത്താമ്മയും അമ്മയും നല്ല ചിരിച്ച് ഇപ്പോണ്ട് ഗൈസ്. ഞാനുണ്ട് ഗൈസ്. പാത്ത് അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്. പിന്നെ ഓട്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. നല്ല സർലാക്ക അങ്ങനത്തെ ഒക്കെ സൈസ് ഉണ്ട് കുഞ്ഞുവാവകൾക്കുള്ള. പിന്നെ ഒത്തിരി ബൂസ്റ്റ് അങ്ങനത്തെ വിപ്പിംഗ് ക്രീം അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഐറ്റംസ് എല്ലാം മേടിച്ചു. ചിലതൊന്നും മേടിച്ചില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഗൈസ്. അഫി എല്ലാവരെയും ട്രോളി തള്ളിക്കൊണ്ട് പോകുകയാണ്. പിന്നെ ബിസ്ക്കറ്റുകളും കൊക്കോകോള, പെപ്സി അങ്ങനത്തെ ഒക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഈ ഒത്തിരി ഐറ്റംസൊക്കെ ഇവിടെയുണ്ട് കേട്ടോ, ചോക്കോസ്. അതേപോലെ നിത്താമയും പാത്തവും ഭയങ്കര ചർച്ചയിലാണ്. ഇതെനിക്ക് ഭയങ്കര ലാഭമായിട്ടാട്ടോ തോന്നിയത്. ഇതിനകത്ത് ഒത്തിരി ഉണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് വില കുറവാട്ടോ ഭയങ്കരമായിട്ടും. പിന്നെ ഒത്തിരി സ്നാക്സ് ഇവിടെ ഇരിപ്പുണ്ട്, അതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. പിന്നെ
പല ടൈപ്പ് കേക്ക്സ് പോലത്തെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ബ്രെഡ് അങ്ങനത്തെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ ഇതിൽ നിന്ന് വാങ്ങിയായിരുന്നു ഗൈസ്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റിയും അതേപോലത്തെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടി ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കേക്ക്സ് നമ്മുടെ ഉമ്മ ഉണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് കേക്ക്സ് മേടിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. പിന്നെ ഗൈസ് ഇത് ഒത്തിരി ഡോണറ്റുകൾ ഇരിപ്പുണ്ട് ഗൈസ്. നമ്മൾ അതിൽ നിന്നും അന്ന് വാങ്ങിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ ഡോണറ്റ്സ് വാങ്ങിക്കാൻ നിന്നില്ല. 100 ഗ്രാം അച്ചാറുകൾക്കൊക്കെ വെറും 18-19 രൂപയൊക്കെ ഉള്ളൂ. പിന്നെ മീനച്ചാറിനെല്ലാം ഭയങ്കര റേറ്റ് വരും. പിന്നെ ക്യാപ്സിക്കം എന്ന് പറയുമ്പോൾ നല്ല കളറാണ്. 3 ടൈപ്സ് കളറാണ്. പച്ചയും മഞ്ഞയും ചുമലയും കളറാണ്. നിത്താമയും പോപ്ചയും ഞങ്ങളെല്ലാവരും എക്സിലേറ്ററിൽ കയറി മേളിലേക്ക് വരുവാണ്. ഹായ്. അപ്പോൾ ഓരോ ഐറ്റംസ് ടോയ്സ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്, കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ ഇങ്ങനെ ഡ്രസ്സും അങ്ങനത്തെ ടോയ്സും അവിടെ വന്നെത്തി. നമ്മളിത് അയാനയ്ക്ക് വേണ്ടി മേടിക്കാമെന്ന് ഓർത്താണ് ഗൈസ്. പക്ഷെ ഭയങ്കര റേറ്റ് ആയിരുന്നു, അതുകൊണ്ട് അത് അവിടെ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഓരോ ഐറ്റംസ് ഇങ്ങനെ നോക്കി നടന്ന് കണ്ട് രസിച്ച് പിന്നെ കളിച്ച് ഗൈസ്. ഞങ്ങൾ ഒത്തിരി മിന്നു കയറിയിരിക്കുകയാണ് ഇങ്ങനെ ബൈക്കുകളിലും. പക്ഷേ നമ്മൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കാണുമ്പോൾ. ഞാനും കുറച്ച് ഐറ്റംസ് കയറിയിരുന്ന് നോക്കി, പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. പിന്നെ മിന്നു കയറുന്ന കണ്ടപ്പോൾ ഐറൂനും കയറാൻ തോന്നി ഗൈസ്. ഐറൂൻ കയറി ഇരിപ്പുണ്ട്. ഇങ്ങനെ 2 പേരും കയറിയിരിക്കുകയാണ്. മിന്നു പിടിക്കുന്ന ഐറൂന് ഇഷ്ടപ്പെടുന്നില്ല ഗൈസ്, കാരണം ഐറൂം മിന്നും ഒരുമിച്ചിരിക്കുകയാണ്. ഈ സംഭവമാണ് ഗൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതിൽ നല്ല സ്നോ ബോൾസ് വറക്കുന്ന പോലെ നല്ല രസത്തിലാണ് ഗൈസ് ഇത് വറക്കുന്നത്. സ്പോഞ്ചാണെന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത്. തെർമോക്കോൾ കിടന്ന് കറങ്ങുന്ന കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. ഇങ്ങനെ ഓരോ മിന്നു കാറ് അങ്ങനത്തെ എന്തോ ഐറ്റംസ് കയറിയിരിക്കുകയാണ്. അതൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐസ്ക്രീമിന് വേണ്ടി. അഫി ഫോൺ കണ്ടുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തു. നമ്മൾ അച്ചു അപ്പോൾ നമ്മളെല്ലാവരും ലിഫ്റ്റിൽ കയറി. പിന്നെ മിന്നു യോ എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഐസ് മേടിച്ചു ഗൈസ്. ഓറിയോ ഫ്ലേവറാണ് മേടിച്ചത്. അതിൻ്റെ മുകളിലേക്ക് ഓറിയോ ബിസ്ക്കറ്റാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മാങ്ങ മേടിച്ചായിരുന്നു ഗൈസ്. എനിക്ക് മാങ്ങ കിട്ടിയില്ല ഗൈസ്. ലാസ്റ്റ് എനിക്ക് സങ്കടം വന്നു ഗൈസ്. അപ്പം ഞാൻ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്കും കിട്ടിയില്ല. പാത്തുവിന് കിട്ടി. പാത്തു ആദ്യമേ ഐസ് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ പാത്തുവിന് കിട്ടി ഗൈസ്. എനിക്ക് കിട്ടിയില്ല ഗൈസ്. അതിൻ്റെ സങ്കടത്തിലായിരുന്നു ഞാൻ. പിന്നെ എന്തോ സീക്രട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മൾ ഒത്തിരി ഐറ്റംസ് എല്ലാം മേടിച്ചിട്ടുണ്ട്. നിത്താമ്മയും ഉമ്മച്ചിയും ഞങ്ങളും ഒത്തിരി ഐറ്റംസ് മേടിച്ചു. പിന്നെ പാത്തുവിൻ്റെ മുഖത്ത് പറ്റി പാത്തു തുടച്ചിങ്ങോട്ട് കളയുവാണ്. നമ്മൾ നേരെ വീട്ടിലേക്ക് ലുലു മാളിനോട് ബൈയും പറഞ്ഞിട്ട് ഇറങ്ങി ഗൈസ്. അപ്പം നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. അച്ചു ട്രോളി എടുക്കാൻ പോയിട്ടുണ്ട്. നമ്മുടെ ട്രോളി ഇനി എടുത്തുകൊണ്ട് വരണം ഗൈസ്. അപ്പം നമ്മുടെ ലുലു മാളിൻ്റെ പ്രകൃതി ഇതാണ് ഗൈസ്. അതേപോലെ തന്നെ നല്ല രസമാട്ടോ ഇവിടെ എല്ലാം കാണാൻ. ഇതിനകത്ത് കയറി സമയം പോകുന്ന പോലും അറിയുന്നില്ല. അച്ചു ട്രോളിയുമായിട്ട് വരുന്നുണ്ട്. ഗൾഫിൽ നിന്നും വരുന്ന പോലെയാട്ടോ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്കും. പാത്തു അതേപോലെ ചെയ്യാൻ വേണ്ടി അച്ചുവിട്ടേന്ന് ട്രോളിയെല്ലാം